ഒരിക്കൽ ഒരു മുതിർന്ന സന്യാസിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ ഒരു ഗ്രാമത്തിലെത്തി. അവർക്ക് കുറച്ച് ക്ഷീണം അനുഭവപ്പെട്ടു. അതിനാൽ കുറച്ചു ദിവസം ആ ഗ്രാമത്തിൽ താമസിക്കാൻ അവർ തീരുമാനിച്ചു. ഇതറിഞ്ഞ അവിടുത്തെ ഗ്രാമവാസികൾ വളരെ സന്തോഷവാന്മാരായി. അവർ സന്യാസിമാർക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. കൂടാതെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ മുതിർന്ന സന്യാസിയോട് ഉപദേശങ്ങൾ തേടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു യുവാവ് അദ്ദേഹത്തെ കാണുവാൻ ചെന്നു. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുദേവ, എന്റെ മനസ്സ് അസ്വസ്ഥമാണ്. എന്റെ മനസ്സിൽ എപ്പോഴും പല പല ചിന്തകളും വന്നുകൊണ്ടിരിക്കും. മനസ്സിന്റെ ചിന്തകൾ കുറയ്ക്കാൻ ദയവായി എനിക്ക് എന്തെങ്കിലും മന്ത്രം പറഞ്ഞു തന്നാലും. ഗുരുദേവൻ പറഞ്ഞു, സഹോദര, നീ ദിവസവും ധ്യാനം ചെയ്യാൻ തുടങ്ങൂ. ധ്യാനം ചെയ്യുന്നതിലൂടെ സാവധാനം നിന്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. ഇതു കേട്ട് അവൻ പറഞ്ഞു, ഗുരുദേവ, ദയവായി എന്നോട് ധ്യാനം ചെയ്യാൻ പറയരുത്. എനിക്ക് ധ്യാനം ചെയ്യാൻ കഴിയില്ല ഗുരുദേവ. കാരണം ഞാൻ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കൂടുതൽ ചിന്തകൾ വരാൻ തുടങ്ങുന്നു. കൂടാതെ മിക്കതും അനാവശ്യ ചിന്തകളാണ്. അതെന്റെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. വിഷമിക്കേണ്ട പുത്ര, ധ്യാനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അത് സംഭവിക്കും. എല്ലാതരം ചിന്തകളും വന്നോട്ടെ. നീ മുടങ്ങാതെ അത് പരിശീലിക്കൂ. സാവധാനത്തിൽ നിന്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. ഗുരുദേവ, ധ്യാനം എനിക്ക് പറ്റിയ ഒന്നല്ല. എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ദയവായി ഒരു മന്ത്രം പറഞ്ഞു തന്നാലും. ഈ യുവാവിനെ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ശരി, നിനക്ക് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. അത് നിന്റെ മനസ്സിനെ ശാന്തമാക്കും. അദ്ദേഹം അവന്റെ ചെവിയിൽ ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു. എന്നിട്ടു പറഞ്ഞു, നീ ദിവസവും ഒറ്റയ്ക്കിരുന്ന് ഈ മന്ത്രം ചൊല്ലണം. അവൻ വളരെ സന്തോഷവാനായി. നന്ദി ഗുരുദേവ, തീർച്ചയായും ഈ മന്ത്രം ഞാൻ ദിവസവും ചൊല്ലും. അവൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഗുരുദേവൻ പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ മന്ത്രം ചൊല്ലുമ്പോൾ കുരങ്ങിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്താൽ ഈ മന്ത്രത്തിന് ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല. ഗുരുദേവ, ഞാൻ എന്തിനാണ് ഒരു കുരങ്ങിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു കുരങ്ങിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. താങ്കൾ അതോർത്ത് വിഷമിക്കേണ്ട. അങ്ങനെ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ എത്തിയ ഉടൻ മന്ത്രം ചൊല്ലാനിരുന്നു. മന്ത്രം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ കുരങ്ങിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന ഗുരുദേവന്റെ വാക്കുകൾ അവൻ ഓർത്തു. ഗുരുദേവന്റെ വാക്കുകൾ ഓർത്ത് അവന്റെ മനസ്സിൽ കുരങ്ങിന്റെ ചിത്രം വന്നു തുടങ്ങി. അവൻ കുരങ്ങിന്റെ ചിന്ത അവഗണിക്കാൻ ശ്രമിച്ചു. പക്ഷേ മനസ്സിൽ വരുന്ന കുരങ്ങിനെ ഇല്ലാതാക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രയധികം കുരങ്ങുകൾ അവന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അവന്റെ മനസ്സ് പൂർണ്ണമായും കുരങ്ങുകളാൽ തിങ്ങി നിറഞ്ഞു. ആ യുവാവ് ചിന്തിച്ചു, എന്തിനാണ് ഗുരുദേവൻ എനിക്ക് ഈ നിർദ്ദേശം നൽകിയത്? കുരങ്ങൻ ശല്യമാണെന്നറിഞ്ഞാൽ പിന്നെ അത് പറയാതിരിക്കാമായിരുന്നു. മറ്റൊരു മൃഗവും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. കുരങ്ങുകൾ എന്നെ വിടുന്നുമില്ല. അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. ഒന്ന് കുളിച്ച ശേഷം മന്ത്രം ചൊല്ലാമെന്ന് തീരുമാനിച്ചു. കുളി കഴിഞ്ഞ് വസ്ത്രങ്ങൾ മാറി വീണ്ടും മന്ത്രം ജപിക്കാനിരുന്നു. അവൻ കണ്ണുകൾ അടച്ചയുടനെ കുരങ്ങുകൾ അവന്റെ മനസ്സിനെ ഞെരുക്കാൻ തുടങ്ങി. അവർ അവന് ചുറ്റുമുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും കുരങ്ങന്മാർ മാത്രമായി. തന്റെ കുടുംബാംഗങ്ങളുടെ മുഖവും അവന് കുരങ്ങന്മാരെ തോന്നി. അവനാകെ ഭ്രാന്ത് പിടിച്ചു. രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്നു രാവിലെ അവൻ ഗുരുദേവനെ കാണാൻ ഓടിച്ചെന്നു. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഗുരുദേവ, താങ്കൾ എനിക്ക് എന്തു മന്ത്രമാണ് നൽകിയത്? താങ്കളെ കാണുന്നതുവരെ ഞാൻ ഒരു കുരങ്ങിനെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴെന്റെ മനസ്സ് പൂർണ്ണമായും കുരങ്ങുകളെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു. കുരങ്ങന്മാർ ഒരു നിമിഷം പോലും എന്നെ വിട്ടു പോകുന്നില്ല. ദയവായി എന്നെ സഹായിക്കണം. ഈ കുരങ്ങുകളിൽ നിന്ന് എന്റെ മനസ്സിനെ സ്വതന്ത്രമാക്കണം. ശരി, നീ ഇവിടെ ഇരിക്കൂ. മന്ത്രമൊന്നും ചൊല്ലാതെ കുറച്ചുനേരം വിശ്രമിക്കൂ. നീ ഒന്നും ചെയ്യരുത്. മന്ത്രമൊന്നും ചൊല്ലാതെ അവൻ ശാന്തമായിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം കുരങ്ങുകൾ അപ്രത്യക്ഷമായി. എല്ലാം സാധാരണ നിലയിലായി. അവൻ അത്ഭുതപ്പെട്ടു. ഗുരുദേവൻ പറഞ്ഞു, നോക്കൂ പുത്ര, നമ്മുടെ മനസ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും മനസ്സിനെ ഒരു യുദ്ധക്കളമാക്കരുത്. മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ അതിനെ കഷ്ടപ്പെട്ട് തടയാൻ ശ്രമിച്ചാൽ മനസ്സിൽ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നേക്കാം. അങ്ങനെ അത് കൂടുതൽ ശക്തമാകും. ഒരു സ്ഥലത്ത് ശാന്തമായിരിക്കുക. ചിന്തകൾ വന്നോട്ടെ, അതിനെ കഷ്ടപ്പെട്ട് തടയാൻ ശ്രമിക്കേണ്ട. നീ അറിയാതെ ആ ചിന്തകൾ സ്വയം ഇല്ലാതെയാകും. ഇന്നു മുതൽ നീ ധ്യാനം ചെയ്യാൻ തുടങ്ങുക. അവൻ ഗുരുദേവനോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഒരു ദിവസം 6000 മുതൽ 80,000 വരെ ചിന്തകൾ മനുഷ്യ മനസ്സ് സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ആ ചിന്തകളെ തടയാനുള്ള പരിശ്രമം തന്നെ അതിന് ഊർജം നൽകുന്നു. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ ബലമായി നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ കൂടുതൽ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരും. അതിനാൽ ചിന്തകൾ നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചിന്തകളെ അറ്റാച്ച് ചെയ്യാതെ നോക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരും വിചാരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ചിന്തയും മനസ്സിൽ വരാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം മാത്രം ചെയ്തുകൊണ്ട് പലരും മെഡിറ്റേഷൻ നിർത്താറാണ് പതിവ്. എന്നാൽ അത് അങ്ങനെയല്ല. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പല ചിന്തകളും വന്നേക്കാം. നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയതോ പഴയതോ ആയ ചിന്തകളാകാം അത്.
നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോൾ എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് വരുന്നത് പോലെ. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും പുറത്തു വരാൻ തുടങ്ങും. നിങ്ങൾക്ക് കൂടുതൽ ചിന്തകൾ ഉണ്ടാകാൻ തുടങ്ങും. അതിനാൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കുക. മെഡിറ്റേഷൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുന്നത് രാവിലെയാണ്. ആദ്യം ആരും ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. കാല് രണ്ടും ക്രോസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പറ്റാത്തവർ ഇതുപോലെ ഒരു ചെയറിൽ ഇരുന്നാലും മതി. തല ഒരുപാട് പൊക്കി വെക്കരുത്. സ്ട്രൈറ്റായി തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒരുപാട് ബലം പിടിക്കാതെ വളരെ ഫ്രീ ആയി ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടയ്ക്കുക. കാരണം മനസ്സിലേക്കുള്ള വാതിലാണ് നമ്മുടെ കണ്ണുകൾ. ശ്വാസം ഒരുപാട് വലിച്ചു പിടിക്കുകയോ അതിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യണ്ട. നമ്മൾ നോർമലായി ശ്വസിക്കുന്നതിനെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ഒരു ഇയർഫോണോ ഹെഡ്സെറ്റോ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങളുടെ ശ്വസനത്തെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. തുടക്കക്കാർക്ക് ഇത് എളുപ്പം സാധിച്ചൊന്നും വരില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ചിന്തകൾ മനസ്സിൽ കടന്നുവരും. അത് വന്നോട്ടെ. അതിനെ ഒരിക്കലും തടയാൻ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോഴെല്ലാം വീണ്ടും നിങ്ങളുടെ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതിയെ പതിയെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ആ ചിന്തകൾ നിങ്ങൾ അറിയാതെ തന്നെ മങ്ങിത്തുടങ്ങും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ 0 തോട്ട്സിലേക്ക് എത്തും. അപ്പോൾ ശ്വസിക്കുന്നത് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് അലാറം സെറ്റ് ചെയ്യുക. കാരണം എത്ര നേരം ബാക്കിയുണ്ടെന്ന് നിരന്തരം ചിന്തിക്കാതിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. തുടക്കത്തിൽ 2 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. പതിയെ പതിയെ സമയം കൂട്ടിക്കൊണ്ടുവരിക. ദിവസം 5 മിനിറ്റെങ്കിലും മുടങ്ങാതെ ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. കൺസിസ്റ്റൻസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന്, ഒരാൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. 1-2 ആഴ്ച കൊണ്ട് ശരീരം മെച്ചപ്പെടും എന്ന് ചിന്തിച്ചാണ് പോകുന്നതെങ്കിൽ അവന് നിരാശയായിരിക്കും ഉണ്ടാവുക. അവൻ അവിടെ വെച്ചു തന്നെ അത് നിർത്തും. എന്നാൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വർക്കൗട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കുറച്ചു മാസങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. പക്ഷേ നിങ്ങൾ മുടങ്ങാതെ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കണം. എക്സസൈസ് നിങ്ങളുടെ ശരീരം ഹെൽത്തിയാക്കുന്നത് പോലെ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ഹെൽത്തിയാകും. അതിനാൽ ഇന്നു മുതൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം വെറും 2 മിനിറ്റ് ചെയ്തു നോക്കുക. നിരന്തരമായ പരിശീലനം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മടി കാരണം പറ്റുന്നില്ല. അവർക്കായി ഞാനൊരു വീഡിയോ വൈകാതെ ചെയ്യുന്നതായിരിക്കും.